നമസ്തേ. അമ്മേ നാരായണ. ഇന്ന് നമ്മൾ പുതുവർഷത്തെ, അതായത് കേരളീയരുടെ മലയാള വർഷമായ 1200 ആണ്ടിനെ വരവേൽക്കാനായി തയ്യാറാകുന്ന ദിവസം. ഇന്ന്, അതായത് 2024 ഓഗസ്റ്റ് 16 രാത്രി 7:38 മുതൽ, അത് അല്പസ്വല്പം വ്യത്യാസം വരും, കാരണം ഉദയാസ്തമനം ഓരോ സ്ഥലത്തെയും വ്യത്യാസം അനുസരിച്ചിട്ട് 7:30 മുതൽ നമ്മൾ അതിന് ചിങ്ങ രവി സംക്രമത്തിനായി പ്രാർത്ഥിക്കുക. കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സൂര്യൻ മാറുന്ന, രവി സംക്രമിക്കുന്ന ആ സമയമാണ് ചിങ്ങ രവി സംക്രമം. പക്ഷെ രാത്രിയിലായതുകൊണ്ട്, അസ്തമിച്ചതിന് ശേഷമായതുകൊണ്ട് നമ്മളത് എടുക്കുന്ന ചിങ്ങരവി സംക്രമമായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തി ആചരിക്കും. പക്ഷെ പൊന്നിൻ ചിങ്ങമാസം ആരംഭിക്കുന്നത് 1200 ആണ്ട് ആരംഭിക്കുന്നത് 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയാണ് 1200 ആണ്ട്. അപ്പോൾ ചിങ്ങമാസം എന്ന് പറയുന്നത് സംക്രമം ഇന്ന് 16 രാത്രിയിൽ 7:45 ധനുരാശിയിൽ പൂരാട നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന സമയത്ത് വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം കർക്കിടകൻ രാശി, അമ്മ വീടായ, അതായത് ചന്ദ്രൻ്റെ രാശിയിൽ നിന്നും സൂര്യൻ സ്വന്തം രാശിയിലേക്ക് വരുന്ന സംക്രമിക്കുന്ന ആ സമയം ഒരു പുണ്യ സമയം തന്നെയാണ്. ആ സമയത്ത് കഴിയുന്നവരെല്ലാം വീട്ടിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക. സൂര്യഭഗവാൻ എന്ന് പറയുന്നത് എല്ലാം ഊർജത്തിൻ്റെ ഉറവിടമാണ്, പ്രകാശ സ്രോതസ്സാണ്. നമുക്കെല്ലാം സമ്പത്തും നൽകുന്ന ശിവഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്ന സൂര്യഭഗവാനെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇനി 17 പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നതിന് നമുക്ക് വീടുകളിൽ എന്തെല്ലാം ചെയ്യാം. 16 തന്നെ ഒരുക്കങ്ങൾ ചെയ്തു വെക്കും എല്ലാവരും. കാരണം അരിമാവൊക്കെ കലക്കി രാവിലെ എല്ലാവരും എന്ത് ചെയ്യും, മാവില തോരണങ്ങളൊക്കെ കെട്ടും. അതായത് വീടിൻ്റെ വാതിലിൻ്റെ ഇതിലായിട്ട് ചെറിയ ചരട് കെട്ടിയിട്ട് അതിലിങ്ങനെ മാവില കെട്ടി തൂക്കും. അതായത് മാവില തോരണം എന്ന് പറയുന്ന മാവിലയ്ക്ക് ഒരുപാട് ഔഷധ മൂല്യമുണ്ട്. മാത്രവുമല്ല അത് വീട്ടിലെ ഒരു അലങ്കാരവുമാണ്, ഐശ്വര്യവുമാണ്. അപ്പം മാവില തോരണം കിട്ടുന്നത് കൂടാതെ തന്നെ നമ്മുടെ എല്ലാ മുറിയിലും, പ്രത്യേകിച്ചും പൂജാമുറിയുടെയും ഉമ്മറവാതിലിൻ്റെയും വാതിലിൽ മാവില തോരണം കെട്ടുന്നത്, കുരുത്തോല തോരണമൊക്കെ കിട്ടുന്നു. കുരുത്തോല അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷെ ഉള്ളവർ കുരുത്തോല തോരണം കെട്ടുക, ചെറിയ പൂക്കളൊക്കെ അതിൽ കെട്ടി തൂക്കിയിടുന്നത് വളരെ ഐശ്വര്യമാണ്. പിന്നെ വീടും പരിസരവും മഞ്ഞൾ വെള്ളത്തിൽ, അതുപോലെ തന്നെ പനിനീരൊക്കെ തളിച്ച് വീടും പരിസരവും, ചാണകം കിട്ടുകയാണെങ്കിൽ സുലഭമായിട്ടുള്ളവർ അതുകൂടെ കലക്കി തളിച്ച് വീടും പരിസരവും ശുദ്ധി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു പുതുവർഷത്തെ നമ്മൾ എതിരേൽക്കുകയാണ്. 1199 എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്, അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല. അപ്പോൾ 1200 ആണ്ട് ഏറ്റവും നല്ലതായി തീരാൻ നമ്മൾ ഇതാണ്, അരിമാവ് കലക്കിക്കൊണ്ട് വാതിലിലൊക്കെ നമ്മളിങ്ങനെ കൈപ്പത്തി പതിക്കും. കാരണം കൈയാണല്ലോ, കൈകൾ എപ്പോഴും ഐശ്വര്യതാണ്. കാരണം കരാഗ്രേ വസതേ ലക്ഷ്മി, കരങ്ങളുടെ അഗ്രങ്ങളിൽ മഹാലക്ഷ്മിയും കരമധ്യേ സരസ്വതിയും കരമൂലേ സ്ഥിതേ ഗൗരി എന്നും പറയും, കരമൂലേ സ്ഥിതേ ഗൗരി എന്ന് പറയും, കരമൂലേതു ഗോവിന്ദ എന്നും പറയും. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കൈകൾ അരിമാവിൽ കലക്കിയിട്ട് ഇങ്ങനെ പതിക്കുമ്പോൾ ഭയങ്കര ഐശ്വര്യമാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ പാദങ്ങൾ, ലക്ഷ്മി പാദങ്ങൾ ഇങ്ങനെ നമ്മൾ വയ്ക്കും. അതുപോലെ തന്നെ പാദങ്ങൾ വയ്ക്കുന്ന പോലെ തന്നെയാണ് ഡോറുമേൽ ഇങ്ങനെ കൈപ്പത്തി പതിക്കുക. അപ്പം കൈപ്പത്തിയിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെന്നാണ് സങ്കല്പം. അപ്പം അത് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു തുളസിയും ഒരു മഞ്ഞളും, തുളസിച്ചെടി നടുകയും ഒരു മഞ്ഞൾ കുഴിച്ചിട്ടാലും മതി. അല്ലെങ്കിൽ തുളസിയും മഞ്ഞളും നട്ടാൽ ഭയങ്കര ഐശ്വര്യമാണ്. കാരണം ഒരു പുതുവർഷത്തെ വിഷ്ണു ചൈതന്യത്തെ വീട്ടിൽ കുടികൊള്ളിച്ചുകൊണ്ട് മഹാലക്ഷ്മി എതിരേറ്റുകൊണ്ട് ഒരു തുളസിയും ഒരു മഞ്ഞളും നടുക. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ സമ്പത്തുകളാണ്, നമ്മുടെ ഐശ്വര്യമാണ്. ഒരു ചെടി പൂത്തു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഐശ്വര്യമാണ്.
അപ്പം അതിന് നന്ദ്യാർവട്ടത്തിൻ്റെ കൊമ്പുകളോ കുഞ്ഞു തൈകളോ ധാരാളം പൂക്കളുണ്ടാകുന്നതാണ് നന്ദ്യാർവട്ടം. 5 തലപ്പൂവ് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൻ്റെ കട്ടിയുള്ള പൂക്കളുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് പാൽവൃക്ഷമായതുകൊണ്ട് ഇതിന് വീടിൻ്റെ നെഗറ്റീവിനെ മാറ്റാനുള്ള കഴിവുണ്ട്. പിന്നെ നമ്മൾ ഉണർന്ന ഉടനെ തന്നെ ആ വെളുത്ത പുഷ്പങ്ങൾ ദർശിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ മഞ്ഞ കോളാമ്പി വലിയ ഐശ്വര്യമാണ്. അപ്പോൾ കോളാമ്പി തണ്ടുകൾ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലോ, നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വേസ്റ്റാന്ന് പറഞ്ഞ് കളയാതെ അതിലേക്ക് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് വെച്ച് അതൊരു ചെറിയ ഹോൾ അടിയിലിട്ടാൽ മതി. എന്നിട്ട് വെച്ച് അതിലും ഒരു മഞ്ഞ കോളാമ്പിയുടെ തണ്ട് നടുക. അതുപോലെ തന്നെ അരളി ഇപ്പം അത്ര ഗുണം പറയുന്നില്ല, എന്നിരുന്നാൽ പോലും അരളിയും നല്ലതാണ്. ചുവന്നരളിയൊക്കെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ചുവന്ന അരളി കമ്പുകൾ നടാം. ഇത് പിന്നെ നമുക്ക് മൂല്യമുള്ള കൂവളം നടാം, നെല്ലി നടാം. അതൊക്കെ പക്ഷെ സ്ഥല സൗകര്യമുള്ളവർക്ക് ഇലഞ്ഞി, അതൊക്കെ സ്ഥല സൗകര്യം നോക്കി സ്ഥാനം നോക്കി ചെയ്യണം. അപ്പം ചെടികൾ നടുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അപ്പം നമ്മൾ പറ്റുന്നത്രയും മഞ്ഞക്കോളാമ്പിയോ അല്ലെങ്കിൽ നന്ദ്യാർവട്ടമോ ഗന്ധരാജനോ അരളിച്ചെടിയുടെയൊക്കെ കമ്പുകളോ ചെടികളോ ഒക്കെ മേടിച്ച് വയ്ക്കുക. തുളസിയും അരളിയും ഒക്കെ, തുളസിയും മഞ്ഞളും ഒക്കെ നമ്മൾ കരുതി വെച്ചിട്ട് പുലർച്ചെ പൊന്നിൻ ചിങ്ങം വരവേൽക്കുന്ന ആ പുലർച്ചെ ഉദയത്തിന് മുമ്പായിട്ട് നമ്മൾ പൂജാമുറി എല്ലാം വൃത്തിയാക്കി വെച്ചു. പഴയ എല്ലാ തലേ ദിവസം തന്നെ ഫോട്ടോകളൊക്കെ തുടച്ച് വിഗ്രഹങ്ങളൊക്കെ തുടച്ച് നല്ല ഇത് കെട്ട് ചെയ്യാണ്. കാരണം എല്ലാം ശുദ്ധം ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പട്ടൊക്കെ മാറ്റിയൊക്കെ ചെയ്തതിന് ശേഷം വിളക്ക് തെളിക്കുമ്പോൾ ശനിയാഴ്ചയാണ് ഇത്തവണ 1-ാം തീയതി വന്നിരിക്കുന്നത്. ശനി നമുക്കറിയാം, ഒത്തിരി ആചരിക്കണം. കാരണം തന്നാൽ എല്ലാം തരുന്നതും പോയാൽ നിന്ദിച്ചാൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ശനി എന്ന് പറയുന്നത് നമുക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് ശരിക്കും തേങ്ങാമുറിയിൽ 2 തേങ്ങാമുറി, ഒരു നാളികേരം പൊട്ടിച്ച് 2 മുറിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കിഴി കെട്ടി ഉണക്കലരി തുണിയിൽ കിഴി കെട്ടിയിട്ട് കത്തിച്ച് നമുക്ക് എതിരേൽക്കാം. അതേറ്റവും നാളികേര ദീപം എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമസ്ത ദേവതകൾക്കും അവരുടെ ദേവതാ ചൈതന്യത്തിൽ നാളികേര ദീപത്തിലാണ് നമ്മൾ ആവാഹിച്ച് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ സൂര്യഭഗവാനെ ആവാഹിക്കുന്നതോടൊപ്പം സൂര്യനും ശനിയും എന്ന് പറയുന്നത് നേരെ ഇതരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശനിഹോരയ്ക്ക് മുമ്പ് തന്നെ എല്ലാ ദിവസവും ഉദയം തുടങ്ങുന്നത് ഏത് ദിവസവും അതാതിൻ്റെ ഹോരയ്ക്കാണ്. അതായത് ശനിയാഴ്ച ശനിയുടെ ഹോരയിലാണ് ആ ദിവസം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഉദയം മുതലാണ് അത് കണക്കാക്കുന്നത്. അപ്പോൾ ഉദയത്തിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നാരങ്ങാ ദീപം നാളികേര ദീപമാണ് ഏറ്റവും നല്ലത്. നാരങ്ങാ ദീപം വീട്ടിൽ കത്തിക്കാൻ കൊള്ളില്ല. നാളികേര ദീപം ഒരു 2 മുറി നാളികേരത്തിൽ നെയ്യൊഴിച്ച് കിഴി കെട്ടി, അതിൽ കിഴി എന്ന് പറയുമ്പോൾ എള്ളുകിഴിയൊന്നും അല്ല കേട്ടോ, ഉണക്കലരിയോ പച്ചരിയോ എന്തെങ്കിലും ഇട്ടിട്ട് കിഴി കെട്ടി ആ കിഴിയിൽ നാളികേര ദീപം കത്തിക്കാം. ഇനി വെറ്റിലയിൽ വിളക്ക് കത്തിച്ച് വയ്ക്കാം. ചേരാതെ വെറ്റില ദീപം വേണമെങ്കിൽ കത്തിക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നാളികേര ദീപമാണ്. നെയ്യ് ഉരുകി കത്തുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നെയ്യുടെ സുഗന്ധം പരക്കുകയും നമ്മുടെ ദോഷങ്ങളെല്ലാം തീരുകയും ചെയ്യും. പൂജാമുറിയിൽ സാധാരണ എണ്ണ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ഇങ്ങനെ ഒരു നാളികേര ദീപം കൂടി കൊളുത്തിയാൽ, ഇനി നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ദീപം കൊളുത്താം. ഇനി നെയ്യ്ക്ക് പകരം എണ്ണ ഒഴിച്ചിട്ട് നാളികേര ദീപം കൊളുത്തുന്നു, പകരം ഒരു ചെരാതിൽ നെയ്യ് വിളക്ക് കത്തിച്ചാലും മതി. വെള്ളി വിളക്കൊക്കെ കത്തിക്കാൻ പറ്റുന്ന ഒരു വെള്ളി വിളക്കിലൊക്കെ കത്തിച്ചാൽ, നെയ്യൊഴിച്ച് കത്തിച്ചാൽ പൂർണ്ണ ഫലമാണ്. പക്ഷെ കത്തിച്ചിട്ട് ഒരിക്കലും പടന്തിരി കത്താൻ നിൽക്കരുത്. ആ കെടുന്നതിന് തൊട്ട് മുമ്പ് കാത്തു നിന്ന് നമ്മളത് കെടുത്തണം. അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉദയത്തിന് മുമ്പായി, സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പായി സൂര്യഭഗവാനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആദരിക്കുന്നതാണ്. ആ ഉദയ സൂര്യനെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഗ്രഹമാകുന്ന ക്ഷേത്രത്തിൽ നമ്മൾ വയ്ക്കുന്നു. പിന്നെ ആ ദീപത്തിൻ്റെ പ്രകാശം നമ്മളിലേക്കൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് സങ്കല്പം. പിന്നെ പൂജകൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. ശനിയാഴ്ച ശാസ്താവിനെ സ്തുതിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. അപ്പം ഓംകാരസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമാന്ന് ജപിക്കാം. അല്ലെങ്കിൽ ശാസ്താവിൻ്റെ ഓം ഭൂതനാഥ സദാനന്ദ എന്നുള്ള ശാസ്താവിൻ്റെ സ്തുതി ജപിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യഭഗവാനെ, ചിങ്ങൻ രാശിയിലേക്ക് വന്ന സൂര്യഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആദിത്യ സ്തുതികൾ ചെയ്യാം. ആദിത്യ ഹൃദയമന്ത്രം തന്നെ വേണം നമുക്ക്
ചൊല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യ ഹൃദയമന്ത്രം ഏറ്റവും നല്ലതാണ്. അപ്പം അത് ചൊല്ലാം. ഓം ആദിത്യായ നമ, ഓ ആദിത്യായ നമ എന്ന് ജപിച്ചുകൊണ്ട് സൂര്യഭഗവാനെ എതിരേറ്റ് ഈ വർഷം മുഴുവൻ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതായി തീരണം. ഈ ചിങ്ങമാസം സമ്പൽ സമൃദ്ധിയുടെ മാസമായി തീരണം. ഓരോ മാസവും എല്ലാ കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തും എല്ലാ സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കട്ടെ. എല്ലാവരിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പൊന്നിൻ ചിങ്ങത്തെ മനസ്സിൽ ഇങ്ങനെ എതിരേൽക്കുകയാണ്. അമ്മേ ഭഗവാനെ, എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി തന്നെ. അമ്മേ ശരണം. നന്ദി, നമസ്കാരം.